കേരള ഹൈക്കോടതി ഒരു സുപ്രധാന ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ ആ കേസിൽ കോടതി അടച്ചിട്ട മുറിയിൽ ആണ് ഇടക്കാല റിപ്പോർട്ട് പരിശോധിച്ചത്. കോടതി നിയോഗിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അഥവാ SIT സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ട് പരിശോധിച്ച ഹൈക്കോടതി ഒരു സുപ്രധാന ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. കോടതി സ്വമേധയാ ഒരു പുതിയ കേസ് എടുത്തു. ആ കേസനുസരിച്ച് എതിർകക്ഷികൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിജിലൻസും സർക്കാരുമാണ്. ഈ 3 പേരെയും എതിർകക്ഷികളാക്കിക്കൊണ്ട് ഈ ഒരു സ്വമേധയാ ഒരു കേസ് ഹൈക്കോടതി എടുക്കണമെങ്കിൽ അതിന് തക്കതായ ഒരു കാരണമുണ്ട്. ആ കാരണത്തിലേക്കാണ് നമുക്ക് ചെന്നെത്തേണ്ടത്. അതായത് ഈ ഇടക്കാല റിപ്പോർട്ട് പരിശോധിക്കുന്നതിനിടെ കോടതി മുറിക്കുള്ളിൽ നിന്ന് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഈ കേസ് പരിഗണിച്ചപ്പോൾ, ഈ റിപ്പോർട്ട് സ്വീകരിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും ദേവസ്വം ബോർഡ് വിജിലൻസിൻ്റെയും ഒക്കെ അഭിഭാഷകരെ അടക്കം പുറത്തു നിർത്തി. എന്നിട്ട് അടച്ചിട്ട കോടതി മുറിക്കുള്ളിൽ ഈ കേസ് അന്വേഷിക്കുന്ന SP എസ് ശശിധരനെ അവിടെ വിളിച്ചു വരുത്തി. അദ്ദേഹത്തിന് പറയാനുള്ളത് കേട്ടു. ആ കേട്ടതിന് ശേഷമാണ് കോടതി വീണ്ടും എല്ലാവരെയും കോടതിക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ അനുവാദം കൊടുത്തുകൊണ്ട് ഈ കേസിൽ ഒരു സുപ്രധാന തീരുമാനമെടുത്തത്. ആ തീരുമാനം ഇതാണ്: കോടതി സ്വമേധയാ ഒരു പുതിയ കേസെടുക്കുന്നു. സ്വർണ്ണപ്പാളി വിവാദത്തിൽ അല്ലെങ്കിൽ സ്വർണ്ണപ്പാളി കടത്തിയ കേസിൽ ഒരു പുതിയ കേസ് സ്വമേധയാ കോടതി എടുത്തു. ആ കേസിൽ എതിർകക്ഷികൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിജിലൻസും സംസ്ഥാന സർക്കാരും മാത്രമാണ്. ഇതിലൂടെ കോടതി ഒരു സുപ്രധാന ചുവടുവയ്പ് നടത്തിയിരിക്കുകയാണ്. അതായത് ഈ കേസിൽ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതുപോലെ തന്നെ മറ്റു പ്രതികളെയും മാറ്റി നിർത്തിക്കൊണ്ടാണ് കോടതി ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതിന് ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ: ഇങ്ങനെയുള്ളവരെ മാറ്റി നിർത്തുന്നതിലൂടെ ഇതിന് പുറകിൽ നടന്നിരിക്കുന്ന വലിയ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. ഇവർ പ്രതിയായിട്ട് തുടർന്നാൽ, അല്ലെങ്കിൽ ഇവർ പ്രതിയായിട്ടുള്ള ആ കേസ് കോടതി പരിഗണിച്ചാൽ പല സുപ്രധാന വിവരങ്ങളും വളരെ രഹസ്യമായി പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. കാരണം പ്രതികൾക്ക് കോടതിയിൽ നിന്ന് ഈ പറയുന്നത് പോലെ അന്വേഷണ റിപ്പോർട്ടിൻ്റെ ഭാഗമായി കണ്ടെത്തുന്ന വിവരങ്ങൾ നിയമവിധേയമായിട്ട് തന്നെ പ്രതികൾക്ക് സമ്പാദിക്കാൻ കഴിയും. അത് വലിയ സ്രാവുകളെ, തിമിംഗലങ്ങളെ, ഇതിന് പിന്നിൽ ഒളിച്ചിരിക്കുന്ന വമ്പന്മാരെ രക്ഷപ്പെടുത്താൻ അതിലൂടെ കഴിഞ്ഞേക്കും എന്ന് കോടതിക്ക് തോന്നിയത് കൊണ്ടാണ് ഇതിലെ മുഴുവൻ പ്രതികളും, അതായത് ആസൂത്രണം നടത്തി ഗൂഢാലോചന നടത്തി ശബരിമല ക്ഷേത്രത്തിലെ അയ്യപ്പൻ്റെ സ്വർണം അടിച്ചുമാറ്റിയ വമ്പന്മാരടക്കമുള്ളവരെ ഒന്നൊഴിയാതെ പൂട്ടണം എന്ന കോടതിയുടെ തീരുമാനമാണ് ഇങ്ങനെയൊരു നീക്കത്തിന് പിന്നിൽ. ഈ ഉത്തരവ് കോടതി കൊടുക്കുമ്പോൾ, സ്വമേധയാ ഒരു കേസ്, പുതുതായിട്ടൊരു കേസ് എടുക്കുമ്പോൾ കോടതിക്ക് കൃത്യമായിട്ടും അതിൽ മുന്നോട്ട് പോകേണ്ടത് എങ്ങനെ എന്ന് കോടതിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് കോടതി ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും മറ്റു പ്രതികളുമൊക്കെ അവിടെ നിൽക്കട്ടെ, ആ കേസ് അന്വേഷിച്ച് കൃത്യമായിട്ട് SITക്ക്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയും, അതിൽ പ്രശ്നമില്ല. പക്ഷേ ഈ വെറും ഒരു സ്വർണ്ണപ്പാളി കടത്ത് മാത്രമല്ല, ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള മഹാക്ഷേത്രങ്ങളിൽ, അതായത് ശബരിമല അടക്കമുള്ള മഹാക്ഷേത്രങ്ങളിൽ വലിയ കുഴപ്പങ്ങൾ നടക്കുന്നുണ്ട്, വലിയ അഴിമതിയും തട്ടിപ്പും നടക്കുന്നുണ്ട്. ഭക്തർ കാണിക്കയായി സമർപ്പിച്ചതും നൂറ്റാണ്ടുകളായി ക്ഷേത്രങ്ങൾ കൈവശം വച്ചിരിക്കുന്നതുമായ സ്വർണം, ആഭരണങ്ങൾ, വിലപിടിപ്പുള്ള അമൂല്യ വസ്തുക്കൾ ഒക്കെ ക്ഷേത്രങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു, കൈമോശം വന്നിരിക്കുന്നു എന്ന് കോടതിക്ക് മനസ്സിലായിരിക്കുകയാണ്.
അത് തിരിച്ചറിഞ്ഞാണ് കോടതി കൃത്യമായിട്ട് ഒരു മാനദണ്ഡം ഉണ്ടാക്കിയിരിക്കുന്നു. സ്വമേധയാ ഒരു കേസെടുത്തുകൊണ്ട് ഇതിൽ ഈ എതിർ കക്ഷികളായിട്ട് ദേവസ്വം ബോർഡിനെയും ദേവസ്വം വിജിലൻസിനെയും സർക്കാരിനെയും മാത്രം എതിർ കക്ഷികളാക്കിക്കൊണ്ട് കോടതി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. എന്തായാലും ഒരു കാര്യത്തിൽ സമാധാനമുണ്ട്. കോടതിയുടെ കണ്ണ് കെട്ടാൻ ആർക്കും സാധിക്കില്ല. കാണേണ്ടത് കോടതി കാണും. ഇതിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചന പുറത്തു കൊണ്ടുവരും. ആസൂത്രകന്മാരെ ഒന്നൊഴിയാതെ പൊക്കും. അത് സംസ്ഥാന സർക്കാരിലുള്ളവരായാലും ശരി, ദേവസ്വം ബോർഡിലുള്ളവരായാലും ശരി, ദേവസ്വം ഭരണസമിതിയായാലും ശരി, ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ളവർക്ക് ഇനി ഉറക്കമില്ലാത്ത രാത്രികളാണ്. വളരെ കൃത്യമായിട്ട് കേരള ഹൈക്കോടതി അതിൻ്റെ അധികാരം പരിപൂർണമായി വിനിയോഗിച്ചിരിക്കുന്നു. കൃത്യമായിട്ടും ആസൂത്രകന്മാരെ, ഗൂഢാലോചനക്കാരെ, യഥാർത്ഥ കള്ളന്മാരെ പുറത്തു കൊണ്ടുവരാൻ ഇതിലൂടെ സാധിക്കും എന്ന ഭക്തരുടെ പ്രതീക്ഷയ്ക്ക് വീണ്ടും ജീവൻ വച്ചിരിക്കുകയാണ്. അതിന് കോടതി കാരണമായി, നിമിത്തമായി. ഹൈക്കോടതിക്ക് നമോവാകം. ഈ കേസ് പരിഗണിച്ച ദേവസ്വം ബെഞ്ച് കൃത്യമായി നിയമപരമായി നീതിപൂർവകം മുന്നോട്ട് പോവുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് പരിപൂർണമായ സ്വാതന്ത്ര്യം, കോടതിയുടെ മേൽനോട്ടത്തിൽ, കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷണം മുന്നോട്ട് പോകട്ടെ എന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവർ നടത്തിയ സ്വർണ്ണക്കൊള്ള കൃത്യമായിട്ടും പുറത്തു കൊണ്ടുവരാൻ കോടതിക്ക് സാധിക്കും, അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് സാധിക്കും എന്ന് ഇതിലൂടെ വ്യക്തമായിരിക്കുകയാണ്. അതിലെല്ലാം അപ്പുറത്ത്, അതിനെല്ലാം ഉപരിയായി നമുക്ക് ഒരു കാര്യത്തിൽ ആശ്വസിക്കാം. നമ്മുടെ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന വൻ കൊള്ള അവസാനിപ്പിക്കാൻ ഹൈക്കോടതി ഇതാ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നു. കോടതിയുടെ ദേവസ്വം ബെഞ്ച് അതിലേക്ക് ഏറ്റവും ശക്തമായ ചുവടുവെപ്പ് നടത്തിയിരിക്കുന്നു. അതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ദേവസ്വം വിജിലൻസും സർക്കാരും മാത്രം എതിർകക്ഷിയാക്കിക്കൊണ്ട് ഈ പുതിയ കേസ്, സ്വമേധയാ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ കോടതി നടത്തിയിരിക്കുന്ന നീക്കം അതാണ്. ഈ കേസ് പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ രജിസ്ട്രാർക്ക് കോടതി വ്യക്തമായ നിർദ്ദേശം നൽകിയിരുന്നു അടച്ചിട്ട മുറിയിൽ ഈ കേസ് കേൾക്കും എന്ന്. വളരെ കൃത്യമായി അഭിഭാഷകരടക്കമുള്ളവരോട് ദയവായി പുറത്തു നിൽക്കണം എന്ന് ആവശ്യപ്പെട്ട കോടതി അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് പൂർണ്ണമായിട്ടും നേരിൽ കേട്ടു. കോടതിയുടെ ദേവസ്വം ബെഞ്ചിന് അന്വേഷണ ഉദ്യോഗസ്ഥൻ സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ട് മാത്രമല്ല, അതിന് ഉപരിയായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, മുന്നോട്ട് എങ്ങനെ പോകണം, അതിനെന്തൊക്കെ വേണം എന്ന് കോടതിയെ ബോധിപ്പിക്കാൻ കഴിയുമെങ്കിൽ അതിനുള്ള അവസരം പോലും കോടതി നൽകി എന്നാണ് എന്നെപ്പോലെയുള്ള മാധ്യമപ്രവർത്തകർ മനസ്സിലാക്കുന്നത്. അവിടെ എന്താണ് സംഭവിച്ചത്, എന്താണ് അവർ തമ്മിൽ സംസാരിച്ചതെന്ന് നമുക്കറിയില്ല. ഇതൊക്കെ നമ്മുടെ ചില ഊഹങ്ങളാണ്. കാരണം ദൈവം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കോടതികൾക്കാണ് ഏറ്റവും പരമോന്നതമായ സ്ഥാനം നമ്മുടെ രാജ്യത്തെ പൗരന്മാർ നൽകിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ പ്രത്യക്ഷ രൂപമാണ് കോടതികൾ എന്ന് നമ്മൾ കരുതുന്നു. അങ്ങനെയുള്ള ആ ഒരു ഹൈക്കോടതിയിലാണ് ഇപ്പോൾ ഈ കേസ് പരിഗണിക്കുന്നത് എന്നാണ് നമുക്ക് ഏറ്റവും വലിയ പ്രതീക്ഷ നൽകുന്ന ഘടകം. എന്തായാലും കോടതി മുൻകൂട്ടി നിശ്ചയിച്ച് വളരെ കൃത്യമായിട്ട് ഏതാണ്ട് 6 ആഴ്ചത്തെ സമയപരിധി SITക്ക് നൽകിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 ആഴ്ച കൂടി വേണം എന്ന ആവശ്യം ഉയർന്നു. അതെല്ലാം പരിഗണിച്ച കോടതി വളരെ കൃത്യമായിട്ട് SITക്ക് അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകാം. അതുപോലെ തന്നെ പുതിയൊരു കേസ് കൂടെ എടുത്തിരിക്കുന്നു. അതിൽ സർക്കാരും ദേവസ്വം ബോർഡും ദേവസ്വം വിജിലൻസും കോടതിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും എന്ന് വ്യക്തമാണ്. അങ്ങനെ എളുപ്പത്തിൽ ഊരിപ്പോകാവുന്ന ഒരു കുടുക്കിലല്ല ഈ 3 പേരും ചെന്ന് പെട്ടിരിക്കുന്നത്. ഇത്ര കാലവും ഭക്തരെയും നിയമത്തെയും ഒക്കെ തട്ടിച്ചും വഞ്ചിച്ചും മുന്നോട്ട് പോയ കള്ളന്മാർ അത് എവിടെയാണെങ്കിലും, ഏതു മേഖലയിലാണെങ്കിലും, അതേത് ബോർഡിലാണെങ്കിലും, ഏത് ഭരണസമിതിയിലാണെങ്കിലും, ഏത് ഉന്നത തലത്തിൽ ആണെങ്കിലും ശരി, അവർക്ക് പൂട്ടുവീഴും എന്നിതോടെ വ്യക്തമായിരിക്കുകയാണ്. എന്തായാലും അയ്യപ്പൻ ആരെയും വിടാൻ പോകുന്നില്ല. തീർച്ചയായിട്ടും ഹൈക്കോടതിയിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ദൈവനീതി തന്നെയാണ് എന്ന് നമുക്ക് കരുതാം. അതിനുള്ള
അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ഈ സ്വമേധയാ കോടതി കേസെടുത്ത് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. അതിൻ്റെ ഏറ്റവും ശക്തമായ തെളിവ് അത് തന്നെയാണ്. ദൈവനീതി നടപ്പാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ നടപ്പായിരിക്കുന്നു എന്നാണ്. എന്തായാലും SITയുടെ ഈ ഇടക്കാല റിപ്പോർട്ടിൽ എന്തൊക്കെയുണ്ട് എന്ന് ഇനി പുറത്തു വരേണ്ടതുണ്ട്. അത് പുറത്തു വന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചില സുഹൃത്തുക്കളെയും, സ്വർണം കൊണ്ടുപോയവരെയും, മദ്രാസിലെത്തിച്ചവരെയും, ബാംഗ്ലൂരിലെത്തിച്ചവരെയും, ഹൈദരാബാദിലെത്തിച്ചവരെയും ഒക്കെ കൃത്യമായി കണ്ടെത്തി SIT ചോദ്യം ചെയ്യുന്നു, അവരുടെ മൊഴിയെടുക്കുന്നു, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ഇരുത്തി അവരെ ചോദ്യം ചെയ്യുന്നു, ഒറ്റയ്ക്ക് ചോദ്യം ചെയ്യുന്നു. വളരെ കൃത്യമായിട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണം നാൾക്ക് നാൾ പുരോഗമിക്കുമ്പോൾ യഥാർത്ഥ കള്ളന്മാർ, അണിയറയ്ക്കുള്ളിലിരിക്കുന്ന, പുറകിലിരുന്ന് കർട്ടന് പുറകിലിരുന്ന് ചരട് വലിക്കുന്ന കള്ളന്മാർ ഇതാ പുറത്തെത്തും. അവരെ നിയമത്തിൻ്റെ മുന്നിൽ എത്തിക്കാൻ കഴിയും. അയ്യപ്പനെ വെട്ടിക്കാൻ, അയ്യപ്പൻ്റെ മുതൽ കൊള്ളയടിക്കാൻ, അയ്യപ്പൻ്റെ സ്വർണം കട്ടുകൊണ്ടുപോകാൻ ആരെയും അനുവദിക്കില്ല എന്നൊരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ്. എല്ലാ കള്ളന്മാരും ഒന്നൊഴിയാതെ പുറത്തു വരും എന്ന് നമുക്ക് കരുതാം, പ്രതീക്ഷിക്കാം. SITയുടെ കരങ്ങൾക്ക് അതിനുള്ള കരുത്തുണ്ടാകട്ടെ. അതിന് മേൽനോട്ടം വഹിക്കുന്ന കോടതിയുടെ കണ്ണുകളെ മൂടിക്കെട്ടാൻ ലോകത്ത് ഒരു ഛിദ്രശക്തിക്കും സാധിക്കില്ല എന്നും മാത്രം ഈ അവസരത്തിൽ നമുക്ക് പറയാൻ കഴിയും. എന്തായാലും ഈ ദേവസ്വം ബെഞ്ച് ഏറ്റവും ഉചിതമായ തീരുമാനമെടുത്തിരിക്കുന്നു. വരും ദിവസങ്ങളിൽ മുഴുവൻ സ്വർണ്ണക്കള്ളന്മാരും, ദേവസ്വം ബോർഡിനെയും ക്ഷേത്രങ്ങളെയും കട്ടുമുടിക്കുന്ന മുഴുവൻ കള്ളന്മാരും ഇരുമ്പഴിക്കുള്ളിൽ ആകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.